എല്ലാവർക്കും നമസ്കാരം. ഇന്ദിരവൈരാഗ്യത്തിൻ്റെ 5-ാമത്തെ പദ്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് നാം കിടക്കുകയാണ്. നാം ഇവിടെ കഴിഞ്ഞ ഭാഗത്തിൽ സംസാരിച്ച് നിർത്തിയത് 5-ാം പദ്യത്തിലെ ഗോവിന്ദനും നയനപങ്കജമിട്ട് കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭോ എന്നുള്ള ഭാഗം വിവരിക്കുമ്പോൾ ഗോവിന്ദനും നയനപങ്കജമിട്ട് കൂപ്പി മേവുന്നു എന്നുള്ളത് ശിവപുരാണത്തിൽ നിന്ന് വന്ന ഒരു കഥാഭാഗത്തെയാണ് ഗുരു ഇവിടെ ഈ പദ്യത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ആ ഭാഗം എന്താണെന്ന് വിവരിക്കുകയായിരുന്നു. അതായത് ദൈത്യ നിർമ്മാർജ്ജനത്തിന് അസുര ശക്തികളെ തുരത്തുന്നതിന് തനിക്ക് ശക്തി പോരാ എന്ന് തോന്നിയിട്ട് തനിക്കിപ്പോഴുള്ള ശക്തി പോരാ എന്ന് വിഷ്ണുവിന് ബോധ്യപ്പെട്ട ഒരു സന്ദർഭം വന്നുവെന്നും അപ്പോൾ ആ ശക്തി ഒന്ന് വർദ്ധിപ്പിച്ച് തൻ്റെ ദൗത്യമായ സൃഷ്ടിസ്ഥിതി സംഹാരത്തിലെ സ്ഥിതി കൃതകൃത്യതയോടെ ചെയ്യാൻ പര്യാപ്തമായ തലത്തിൽ തനിക്ക് ശക്തി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മഹാവിഷ്ണു അതിന് ശിവനെ പ്രാർത്ഥിക്കുന്നുവെന്നാണ് ശിവപുരാണത്തിലെ കഥ പറയുന്നത്. അതായത് അതിനു വേണ്ടിയിട്ട് മഹാവിഷ്ണു ശിവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പണ്ട് പാർത്ഥിവലിംഗത്തിൽ മന്ത്രോച്ചാരണപൂർവം അർച്ചനകൾ നടത്തി. അങ്ങനെ ദീർഘസമയം അർച്ചനകളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടും ഭഗവാൻ പ്രസാദിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ ഉദ്ദേശ ലക്ഷ്യം എടുക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള മഹാവിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുവാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണ്. അതോടൊപ്പം അത് നടത്തുന്നതിന് പ്രത്യേകമായി നിശ്ചയിച്ചു. ഓരോ മന്ത്രങ്ങളും ചൊല്ലുമ്പോൾ ഉരുവിടുമ്പോൾ അതോടൊപ്പം ഒരു താമരപ്പൂവ് പങ്കജം താമരപ്പൂവ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള അർച്ചന നടത്താനാണ് തീരുമാനമെടുത്തത്. സഹസ്രനാമാർച്ചന അത് നടത്തുമ്പോൾ അതിനു വേണ്ടിയിട്ട് 1000 താമരപ്പൂക്കളും മഹാവിഷ്ണു ഒരുക്കിയിരുന്നു. അങ്ങനെ സഹസ്ര മന്ത്രാർച്ചന ആരംഭിച്ചു. 999 എത്തിയപ്പോൾ 1000 പൂക്കൾ സജ്ജീകരിച്ച് വെച്ചിരുന്നതാണ്. പക്ഷേ ഒരു പൂ കുറവാണപ്പോൾ. അതായത് 1000 ഇല്ല, 999 ഉള്ളൂ. 1000 ആ മന്ത്രാർച്ചന പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിരുന്ന അവസാനത്തെ പുഷ്പം അവിടെ കാണുന്നില്ല. യഥാർത്ഥത്തിൽ തന്നെ പ്രാർത്ഥിക്കാനെത്തിയിരിക്കുന്ന മഹാവിഷ്ണുവോട് ഒരു ഭക്തൻ്റെ രൂപത്തിലാണ് എത്തുന്നത്. ആ ഭക്തനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പരമശിവൻ ഭഗവാൻ ശിവൻ ഈ പൂവിൽ ഒരെണ്ണം തന്ത്രപൂർവ്വം എടുത്തു മാറ്റി. തൻ്റെ ഭക്തൻ എന്ത് ചെയ്യുമെന്നൊന്ന് കാണണം. തൻ്റെ ഭക്തൻ്റെ ഭക്തിയുടെ എത്ര ദാർഢ്യമുള്ള ഭക്തിയാണ്, ഭക്തൻ്റേത് ആഴമുള്ള ഭക്തിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ചതാണ്. ഒരു പൂവെടുത്ത് മാറ്റി മഹാവിഷ്ണു തൻ്റെ ദിവ്യശക്തി ഉപയോഗിച്ച് ഇഹത്തിലും പരത്തിലും എല്ലാം തപ്പാവുന്നിടത്തെല്ലാം തപ്പി നോക്കിയിട്ട് ഒരു പിടിയും കിട്ടിയില്ല ഈ പൂ എവിടെ പോയെന്ന്. അങ്ങനെ വന്നപ്പോൾ സന്നിഗ്ധാവസ്ഥയായി. താൻ അതുവരെ ചെയ്ത പൂജയും പ്രാർത്ഥനയും ഹോമങ്ങളും മന്ത്രാർച്ചനയും എല്ലാം ഒന്നും പൂർത്തിയാകാത്ത ഒരവസ്ഥയിൽ കൊണ്ട് നിർത്തേണ്ടി വരുന്ന ഒരു ഘട്ടം വന്നപ്പോൾ മഹാവിഷ്ണു എന്ത് ചെയ്തു? തികഞ്ഞ ഭക്തനായ മഹാവിഷ്ണു തൻ്റെ കണ്ണുകളിൽ ഒരെണ്ണം താമരപ്പൂവെന്ന് സങ്കല്പിച്ച് കണ്ണ് പറിച്ചെടുത്ത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് സഹസ്രമന്ത്രാർച്ചന പൂർത്തീകരിക്കുകയാണ്. അതായത് ഭക്തൻ്റെ ഭഗവാനോടുള്ള ആ അർപ്പണബുദ്ധി എത്ര സ്ട്രോങ് ആണെന്ന്, എത്ര ശക്തമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു പുഷ്പം കുറവാണെന്ന് കണ്ടപ്പോൾ ആ സന്നിഗ്ധാവസ്ഥയിൽ അതിനെ മറികടക്കാൻ സഹസ്രമന്ത്രാർച്ചന പൂർത്തിയാക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തൻ്റെ കണ്ണുകളിലൊന്ന് താമരപ്പൂവാണെന്ന് സങ്കല്പിച്ച് പറിച്ചിട്ട് അവിടുന്ന് പിഴുതെടുത്തിട്ട് താമരപ്പൂവാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിച്ച് സഹസ്രമന്ത്രാർച്ചന പൂർത്തീകരിക്കുന്നു. പതിവ് പോലെ പുരാണത്തിൽ കാണുന്ന കഥകളിലെല്ലാം ഇങ്ങനെ ഭഗവാൻ അവസാനം പ്രസാദിക്കും. പതിവ് പോലെ ഭക്തൻ്റെ നിശ്ചയദാർഢ്യം കണ്ട് ഭക്തൻ്റെ ഭക്തിയിലുള്ള
അടിയുറച്ച വിശ്വാസം കണ്ട് സന്തുഷ്ടനായ ഭഗവാൻ വന്നിട്ട് മഹാവിഷ്ണുവിനെ അനുഗ്രഹിച്ചു. അതായത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഈ അസുര നിഗ്രഹത്തിനുള്ള ശേഷി, ആയുധശേഷിയൊക്കെ വർദ്ധിപ്പിച്ചു. ഒപ്പം അതേ ആവശ്യത്തിന് വേണ്ടിയിട്ട് അന്ന് സന്തോഷത്തോട് കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിന് കൊടുത്തു. പരമശിവൻ മഹാവിഷ്ണുവിന് കൊടുത്തതാണ് സുദർശന ചക്രം, വരദാനമായി നൽകിയതാണ്. അതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെയൊക്കെ കയ്യിൽ ആ ചക്രം കിടന്നിങ്ങനെ കറങ്ങുന്നത് നമ്മൾ കാണുന്നത്. അതൊന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ ആരുടെയും എത്ര പേരുടെ വേണേലും കഴുത്തെരിഞ്ഞു പോകാനുള്ള ശേഷിയുള്ളതാണെന്നും ഒക്കെ പുരാണങ്ങളിൽ കഥയുണ്ട്. അതാണ് ഗോവിന്ദനും നയന പങ്കജമിട്ട് കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭോ. ഗോവിന്ദൻ പോലും, ഗോവിന്ദനും അതായത് മഹാവിഷ്ണു പോലും, ത്രിമൂർത്തികളിലെ ഒരാളായ മഹാവിഷ്ണു പോലും നയന പങ്കജമിട്ട് കൂപ്പി നിന്നെ കൂപ്പുകയാണ്. നയനം താമരപ്പൂവായി സങ്കല്പിച്ച് പറിച്ച് അർപ്പിച്ച് പോലും പൂജിക്കാൻ തയ്യാറായി വരികയാണ് മഹാവിഷ്ണു പോലും. നിൻ മഹിമ ആരറിയുന്നു ശംഭോ. നിൻ്റെ മഹിമ, നിൻ്റെ മഹിമാതിരേകം ആരറിയുന്നു ശംഭോ എന്ന് പറഞ്ഞാൽ അളവില്ലാത്ത, അന്തമില്ലാത്ത, സീമാതീതമായ നിൻ്റെ അതിരേകം സീമാതീതമാണെന്നർത്ഥം. അളക്കാൻ ആർക്കും സാധിക്കില്ല. ആദ്യന്തമില്ലാത്തതാണല്ലോ സാക്ഷാത് പരബ്രഹ്മ സ്വരൂപം. അത് തന്നെയാണ് ഈ പറയുന്നത്. നിൻ്റെ മഹിമ ആരറിയുന്നു ശംഭോ. മഹാവിഷ്ണുവിന് പോലും നിന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ അവതരിപ്പിക്കുന്ന പരമശിവൻ സാക്ഷാൽ പരബ്രഹ്മ സ്വരൂപം തന്നെയാണ്. അല്ലാതെ ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയായ ശിവനല്ല എന്ന് പറഞ്ഞുവല്ലോ. അതിനെ തെളിയിക്കുന്നതാണ് ഇതെല്ലാം. അതായത് മഹാവിഷ്ണു പോലും നിന്നെ കുമ്പിട്ട് നിൽക്കുകയാണ്. നിൻ്റെ മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന തലത്തിലാണ് മഹാവിഷ്ണു പോലും എന്ന് പറഞ്ഞാൽ നിൻ്റെ മഹിമ, നിൻ്റെ മഹിമാതിരേകം സകല സീമകളെയും അതിലംഘിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മറ്റേ സദാശിവ ദർശനത്തിലാണെന്ന് തോന്നുന്നു പറയുന്നില്ലേ, അടിക്ക് പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത് കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എന്ന്. അതാണ് ഈ പദ്യത്തിൻ്റെ സാരം. അതായത് നമ്മൾ ഈ പദ്യത്തിൽ വന്നപ്പോൾ നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്നു ശിവമേ കര ചേർത്തിടേണം, ഗോവിന്ദനും നയനപങ്കജമിട്ട് കൂപ്പി മേവുന്നു നിൻ മഹിമ ആരറിയുന്നു ശംഭോ എന്നുള്ളത് പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ നരകക്കടലിനെ കുറിച്ച് പറയുമ്പോൾ ഒരനുഭവ കഥയുണ്ട്. എനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഒരു സംഭവമുണ്ട്, കഥയല്ല, ഒരു സംഭവമുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ പദ്യത്തെക്കുറിച്ചുള്ള ചർച്ച നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 38 വർഷത്തോളം ഡൽഹിയിൽ പാർത്തയാളാണ്, ഞാനും എൻ്റെ സഹധർമ്മിണിയും ഒക്കെ. അപ്പോൾ ഒരിക്കൽ ഡൽഹിയുടെ പ്രാന്തപ്രദേശമായ UP-യുടെ ഭാഗമായ എന്ന് പറഞ്ഞാൽ ഡൽഹി നഗരത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള നോയിഡ എന്ന് പറയുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ, കാറിൽ പോകുമ്പോൾ, ഒരു പ്രധാന 4 കൂടിയ ഒരു ജംഗ്ഷൻ, ഒരു 2 പ്രധാന റോഡുകൾ അന്യോന്യം കട്ട് ചെയ്തു പോകുന്ന 4 കൂടിയ ഒരു ജംഗ്ഷനിൽ പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പോയി വണ്ടി അവിടെ നിർത്തി. അത് പ്രധാന ജംഗ്ഷൻ ആയതുകൊണ്ട് ഏതാനും മിനിറ്റ് എടുക്കും പച്ച ലൈറ്റ് തെളിയാൻ. അപ്പോൾ റെഡ് ലൈറ്റ് ആയപ്പോൾ അവിടെ നിർത്തി. ഞാൻ വണ്ടി നിർത്തി ഏതാനും സെക്കൻഡിനുള്ളിൽ മറ്റൊരു വണ്ടി വന്ന് എൻ്റെ അടുത്ത് തന്നെ ചേർന്ന് നിന്നിട്ട് നോക്കുമ്പോൾ അതെൻ്റെ ഒരടുത്ത സുഹൃത്താണ് അതിലിരിക്കുന്നത്. എങ്ങോട്ടാണടേന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്കിന്ന് ബോംബെക്ക് പോകണം, അതിനു മുമ്പ് ഇവിടെ കരീം റെസ്റ്റോറൻറ്റിൽ പോയി ആഹാരം കഴിച്ചിട്ട്, ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോകാം. അപ്പം ഞാനിവനോട് ചോദിച്ചു, നീ ഈ ബോംബെക്ക് പോകണമെങ്കിൽ പോകേണ്ടത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലേക്ക് പോകണമെന്നുള്ള ആ വഴിയുടെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവൻ വണ്ടി ഓടിച്ച് വരുന്നത്. അപ്പോൾ എയർപോർട്ടിലോട്ട് പോയി ബോംബെക്ക് പോകേണ്ട നീ അങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് ലഞ്ച് കഴിക്കണം, അത് കരീം റെസ്റ്റോറൻറ്റിലെ പ്രസിദ്ധമായ മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങേര്. പ്രസിദ്ധമായ മട്ടൻ ബിരിയാണി കരീം റെസ്റ്റോറൻറ്റിലെ പീക്ക് അവേഴ്സിൽ ചെന്നാൽ
പ്രത്യേകിച്ചും ഉച്ചയ്ക്കും രാത്രിയിലുമൊക്കെ ചെന്നാൽ സീറ്റ് കിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ടോക്കൺ തന്നിട്ട് നിങ്ങളുടെ ടെലിഫോൺ നമ്പർ അവരുടെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് നിങ്ങളോട് പൊക്കോളാൻ പറയും. ഞങ്ങൾ വിളിക്കുമ്പം വന്നാൽ മതി, സീറ്റ് കാലിയാകുമ്പം വിളിക്കും. അങ്ങനെ അവിടെ പേര് കൊടുത്ത് ടെലിഫോൺ നമ്പറും കൊടുത്ത് കാശും കൊടുത്തിട്ട് എൻ്റെ സുഹൃത്ത് അവിടെ ധാരാളം ഷോപ്പിംഗ് മാളുകളും വലിയ കോംപ്ലക്സ് എല്ലാം ഉള്ള സ്ഥലമാണ്, വലിയ മാർക്കറ്റാണ്. അവിടെ പോയി വിൻഡോ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് സാധാരണഗതിയിൽ അവിടെ ഒരു അരമണിക്കൂർ കഴിയും, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയും, ചിലപ്പോഴൊക്കെ 1.5 മണിക്കൂറും അതിന് കൂടുതലും കാത്തിരിക്കേണ്ടി വരും. അതുപോലെ റഷുള്ള ഒരു പ്രസിദ്ധമാണ്. അവർക്ക് ഡൽഹിയിൽ കരീം റെസ്റ്റോറൻറ്റ് 5-6 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. എല്ലായിടത്തും ഇതുപോലെ റഷാണ്. വളരെ പ്രസിദ്ധമാണ് അവരുടെ മട്ടൺ ബിരിയാണി. അത് കഴിക്കാനാണ് ഈ മാന്യൻ പോകുന്നത്. അത് കഴിച്ചിട്ട് തിരിച്ച് എയർപോർട്ടിൽ പോയി ബോംബെക്ക് പോകണം. 3:30 മണിക്കാണ് അയാൾക്ക് ഫ്ലൈറ്റ് എന്നും പറഞ്ഞ് അപ്പോഴത്തേക്കും പച്ച ലൈറ്റ് തെളിഞ്ഞു അയാൾ പോയല്ലോ. പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കരീം റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞത് അതുകൊണ്ടാണ്. അവിടെ പോയി അത് കഴിക്കാൻ അദ്ദേഹം ചെന്നു. ഇത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും ഞാൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ വിശേഷമെന്ന് പറഞ്ഞു. എന്താ വിശേഷമെന്ന് സാധാരണ ചോദിക്കും പോലെ ഒരു ചിരിയെല്ലാം ചിരിച്ച് തൊള്ളയിലൊന്ന് തട്ടി ചോദിച്ചു, എന്താടേ വിശേഷം? അപ്പം വളരെ കോഴ്സ് ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ ഇടറിയ ശബ്ദത്തിൽ അദ്ദേഹം പറയുകയാണ്, പണി പോയടൂ, പണി പോയി. എന്ത് പറ്റി പണി പോകാൻ? കാരണം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു മിഡിൽ ലെവൽ എക്സിക്യൂട്ടീവായിട്ട് ലക്ഷങ്ങളിൽ ശമ്പളം വാങ്ങിക്കുന്ന ഒരാളാണ്. പറന്ന് നടക്കായിരുന്നു ഇങ്ങനെ സകല സ്ഥലത്തും. അങ്ങനെ നടന്ന ആളിന് പണി പോയി എന്ന് പറഞ്ഞപ്പോൾ 2 കൊച്ചു കുട്ടികളുള്ള ആളാണേ. എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലായി. അപ്പോൾ ഞാനതേക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ഞാൻ റെഡ് ലൈറ്റിൽ വെച്ച് ജംഗ്ഷനിൽ വെച്ച് തന്നെ കണ്ടില്ലേ കാറയിൽ. അപ്പോഴേ ഞാൻ കരീം റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ. അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ റഷാണ്. അപ്പോൾ അവരെനിക്ക് ടെലിഫോൺ നമ്പറും വാങ്ങിച്ച് ടോക്കണും തന്നിട്ട് പറഞ്ഞു വിളിക്കാമെന്ന്. വിളി വന്നപ്പോൾ 1.5 മണിക്കൂറോളമായി. 3:30 മണിക്ക് എനിക്ക് ഡൽഹി പാലം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റാണ്. അതിന് 2:30 ആകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യും. ടിക്കറ്റൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതിന് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ സമയമുണ്ടെന്ന് കരുതിയാണ് ഈ ഊണിന് പോയത്. ഈ 1.5 മണിക്കൂർ നേരം അവിടെ കാത്തിരുന്ന് ഈ ടേൺ വന്ന് ഈ ബിരിയാണി കഴിച്ചിട്ട് തിരിച്ച് 50 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് വേണം എയർപോർട്ടിലെത്താൻ. അപ്പോൾ ട്രാഫിക് ജാമായി ഇടയ്ക്ക്. അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഫ്ലൈറ്റ് പോയി. അപ്പോൾ ആ ടിക്കറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസലായി. കാരണം എന്താണെന്ന് വെച്ചാൽ നോ ഷോ എന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ, എഴുതി കഴിഞ്ഞാൽ പിന്നെ പൈസയൊന്നും കിട്ടത്തില്ല, ആ പൈസയും പോയി. അപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. ബോംബെ പോയൊരു പ്രധാന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ് കമ്പനി ഇദ്ദേഹത്തെ നിയോഗിച്ചത്. അത് ഈ കരീം റെസ്റ്റോറൻറ്റിലെ മട്ടൺ ബിരിയാണിയുടെ രുചിയിൽ അത് അമർന്നു പോയി. അതിനുവേണ്ടി ഓടിപ്പോയ വകയിൽ ആ മീറ്റിങ്ങിന് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് കൊടുത്ത് ജോലി ചെയ്തില്ല. ആ ടിക്കറ്റും പോയി, ആ കാശും പോയി. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്നു. എനിക്ക് മീറ്റിങ്ങിന് പോകാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് ഒരഭിനയമൊക്കെ അഭിനയിച്ച് കയറി ചെന്നവൻ പറഞ്ഞു, നിങ്ങളുടെ സർവീസ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത് പറയുകയാണ്. 3 മാസത്തെ നോട്ടീസ് തരേണ്ടതാണ്. അത് 3 മാസത്തെ ശമ്പളം തന്നെ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കാം, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. പലതും പ്ലീഡ് ചെയ്യാൻ നോക്കി, അവരതൊന്നും കേൾക്കാൻ തയ്യാറല്ല. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അത് ചെയ്യാൻ തയ്യാറല്ലാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല, പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയായിട്ട് ജോലി പോകുന്നത്. ഇതിൻ്റെ ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, രസരേന്ദ്രിയത്തിൻ്റെ പ്രേരണയിൽ അതിൻ്റെ പിടിയിലമർന്ന് കരീം റെസ്റ്റോറൻറ്റിലെ മട്ടൺ ബിരിയാണി തിന്നാലേ ഉറക്കം വരുമെന്നുള്ള ഒരു തലത്തിലേക്ക് അയാളുടെ ഭാവന ഉയർന്നപ്പോൾ എന്ത് സംഭവിച്ചു? പണി പോയി. നരകക്കടലായോ ഇല്ലയോ പറ? നരകക്കടലായി. ഇങ്ങനെയാണ് നമ്മൾ നരകക്കടൽ സ്വയം സൃഷ്ടിച്ച് അതിൽ വീണ് കിടന്നിട്ട് കര ചേർത്തിട്ടണമെന്ന് ഭഗവാനോട് എപ്പോഴും വിളിച്ചു കൂവുന്നത്. ഇങ്ങനെ നരകക്കടൽ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിന് ഇന്ദ്രിയത്തെ കുറ്റം പറഞ്ഞിട്ടും ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല. നമുക്ക് നമ്മുടെ മനസ്സിനെ ഒരു കടിഞ്ഞാണിടാനുള്ള കഴിവ് നമുക്കില്ലാതെ പോയത് നമ്മുടെ നാക്കിൻ്റെ രുചിയാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് കരീം റെസ്റ്റോറൻറ്റിലേക്ക്.
നമ്മുടെ നാക്കിനെ ഒരു ഇന്ദ്രിയത്തെയും നമുക്ക് കടിഞ്ഞാനിടാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ നരകക്കടലിൽ തന്നെ കിടന്ന് ജീവൻ തളരും. നാവിന്നെഴുന്ന നരകക്കടലിൽ കിടന്ന് ജീവൻ തളർന്ന് ശിവമയെ കര ചേർത്തിടണമെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ സുഹൃത്ത് നാവിന്നെഴുന്ന നഗരക്കടലിൽ വീണ് അവൻ്റെ പണി പോയി, ജീവിതം നരകക്കടലായി, ഇല്ലയോ? ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.